നിലമ്പൂരിൽ ഒരു വിമാനാപകടം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെന്നേ. വിമാനം തലകുത്തി വീണത് എങ്ങോട്ടാണെന്നറിയണ്ടേ? അതും ഒരു ചാണകക്കുഴിയിലേക്ക്. അതുപോലെ മലപ്പുറം ജില്ലയിലെ ചേളാരിയിലും ഒരു വിമാനാപകടം ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് അപകടങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തിയത് രാജേന്ദ്ര വർമ്മ സാറും അദ്ദേഹത്തിൻ്റെ പിതാവ് ഗോദവർമ്മൻ തിരുമുൽപ്പാടുമാണ്. ഈ രണ്ട് അപകടങ്ങളുടെയും ചിത്രങ്ങൾ ഇന്ന് നിലമ്പൂർ കോവിലകത്തിൻ്റെ ചരിത്രമാണ്. എങ്ങനെയാണ് ആ അപകടങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞത്? അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫി എന്താണ് എക്സ്പേർട്ട് പറയാൻ വയ്യ, അച്ഛൻ്റെ പാഷനായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ക്യാമറ ലോഡ് ചെയ്ത് കയ്യിലുണ്ടാവും. അപ്പോൾ 1960 നാഗ്പൂർ ഫ്ലൈയിങ് ക്ലബിൻ്റെ 2 സീറ്റർ ബൈപ്ലെയിനാണ്. അത് കൊച്ചിയിൽ നിന്ന് നാഗ്പൂർക്ക് തിരിച്ചു പോവുക. പോണ വഴിക്ക് ആ പ്ലെയിനിൻ്റെ നാവിഗേഷൻ മെക്കാനിസവും അതൊക്കെ ഓഡിയോ അതൊക്കെ തകരാറിലായി എന്നാണ് പറഞ്ഞത്. കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂർ വന്ന് കൊച്ചി അവിടേക്ക് പോവുക. എന്നിട്ട് അതെങ്ങനെയാ വെച്ചാൽ റെയിൽവേ ട്രാക്ക് നോക്കി പോകാൻ പറ്റും. ഷൊർണൂരിൽ നിന്ന് ഈ കൊച്ചിയിലേക്ക് പോണതിന് പകരം അത് നേരെ നിലമ്പൂർ ട്രാക്കിലേക്ക് വന്നു. അവർ തെറ്റിപ്പോയി. അങ്ങനെ നിലമ്പൂർ എത്തിയപ്പോൾ ദാറ്റ്സ് എ ഡെഡ് എൻഡ്. പിന്നെ അവിടെ നിന്ന് റെയിൽ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് സംഭവം പാളിയെന്ന് മനസ്സിലായി. അപ്പൊ അവര് അപ്പോഴേക്കും ഫ്യൂല് കുറയാൻ തുടങ്ങി. ഒരു ക്രാഷ് ലാൻഡിങ് വേണമെന്ന് ഉറപ്പ് വന്നു. എന്നിട്ട് നിലമ്പൂരിന് ചുറ്റും നോക്കിയപ്പോൾ നിലമ്പൂർ കാളികാവ് റോഡ് ഒരു സ്ട്രെച്ച് വളരെ വിജനായിട്ട്, അന്ന് അധികം ട്രാഫിക് ഒന്നുമില്ല. അപ്പൊ സ്ട്രെയിറ്റ് റോഡാണ്. ഫൈനൽ ലാൻഡിങ്ങിന് വേണ്ടി താണു വന്നപ്പോൾ ഈ റോഡിന്റെ സൈഡിൽ ഒരു ബാൺ, ഈ വൈക്കോലും ഇതൊക്കെ അതുപോലെ പശുക്കളുടെ തൊഴുത്തുമൊക്കെ ഉണ്ട്. അതിന്റെ ചിറക് ഈ പുലിയുടെ കൊമ്പിൽ തട്ടിയിട്ട് നേരെ ഹെഡ്ലോങ് ആയിട്ട് അങ്ങോട്ട് വീണു. നല്ല കാലത്താണ് വീണത്. ആ തൊഴുത്തിന്റെ പിന്നിലുള്ള ചാണകക്കുഴിയാണ്. നേരെ ആ കുഴിയിലേക്ക് മൂക്ക് കുത്തിയിട്ട് ആ ബിൽഡിംഗ് അന്ന് ഓലമേഞ്ഞ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ മുളകെ ചാഞ്ഞായിട്ട് നിന്നു. ആ 2 പൈലറ്റും ചെറിയ മൈനർ ഇഞ്ചുറീസ് രക്ഷപ്പെട്ടു. അപ്പൊ ഈ നേരെ നിറച്ച് ചാണകം നിൽക്കുന്ന കുഴിയിലേക്കാണ് അത്ര വീണത്. അപ്പൊ ഇത് ഈ ന്യൂസ് കേട്ടപ്പോ അച്ഛൻ്റെ കേട്ടു. അപ്പൊ അച്ഛൻ്റെ അപ്പൊ അച്ഛൻ ഇത് വേഗം ബൈക്ക് എടുത്തിട്ട്, ക്യാമറ എപ്പോഴും ലോഡറാ, വേഗം അവിടെ പോയി. എന്നിട്ട് അത് 4-5 ഫോട്ടോസ് എടുത്തു. അതാണ് ഇപ്പൊ ഇതിലുള്ള ഈ ഫോട്ടോസ്. ഈ ഇവിടെ പിന്നെ ഒന്ന് ചേളാരിയില് ഇപ്പോഴത്തെ ഹിന്ദു പേപ്പറിൽ അതിന്റെ മലബാർ ഡിസ്ട്രിബ്യൂഷൻ, അത് മധുരയിൽ നിന്ന് പ്ലെയിനിൽ കൊണ്ടുവന്നിട്ട് ഈ ചേളാരി ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ എയർ സ്ട്രിപ്പ് ഒന്നുമില്ല. ന്യൂസ് കേട്ടു ഈ ചേളാരിയിൽ ഒരു ആക്സിഡന്റ്, പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ആക്സിഡന്റ് ഒന്ന് കണ്ടുവരിക. അങ്ങനെ പോവാന്നിട്ട് വീണ്ടും മൂക്ക് കുത്തിയിട്ട് ഫ്രണ്ട് അങ്ങനെ കത്തിപ്പോയി. ആ 2 പൈലറ്റും കോ പൈലറ്റും മരിച്ചു. കുറച്ച് ദൂരെ നിന്നിട്ട് ഒരു പറങ്ങിമാവൻ തോട്ടത്തിന്റെ ഇടയിലാണ് വീണു. അപ്പൊ അത് ഞാനന്ന് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അത് പ്രത്യേകിച്ചൊന്നുമില്ല. അത് കണ്ടപ്പോൾ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് പോയി. ചരിത്രമായി. പക്ഷെ അത് രണ്ടും ചരിത്രമായിരുന്നു.